ആൾക്കാർ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഓടി ചെല്ലുക അടുക്കളയിലേക്ക്, പാത്രങ്ങളൊക്കെ എടുത്താണ് നിരത്തുക. നിങ്ങൾ കാണിച്ചു കൂട്ടണ കണ്ടിട്ട് പഠിച്ചോനെ ഇവർക്ക് എന്താ പ്രാന്തായെന്ന് തോന്നരുത്. ആർക്ക്? ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, തമ്പലിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ? അതിലെന്താ പറയുന്നത്? ഈ 6 കാര്യങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അത് വലിയ ദാരിദ്ര്യത്തിനും വീട്ടിലെ കുടുംബ വഴക്കിനും സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നെവർ മൈൻഡ് ചെയ്ത് കളയുന്ന ഒരു കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മളതെടുത്ത് ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങൾ. അത് നമ്മളെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാതെ നമ്മളങ്ങനെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ സൂക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയേണ്ട കുറച്ച് സാധനങ്ങൾ ലീസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് മാറ്റണം. അത് മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, പോസിറ്റീവ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഒരുപാട് ആളുകൾ സിഹിറുണ്ടോ, കണ്ണുണ്ടോ, നാവുണ്ടോ, മറ്റ് പൈശാചിക ബുദ്ധിമുട്ടുണ്ടോ, ഭൂമിക്ക് പ്രശ്നമുണ്ടോ, വീടിന് പ്രശ്നമുണ്ടോ, വീട്ടിൽ ഹോട്ടലിടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എത്ര 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 വീടുകളിലാണെന്നറിയോ നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ കൂടി ഒരു ഹോൾസ് അങ്ങോട്ടുണ്ടാവും, ബാക്കിൽ കൂടി ഇങ്ങോട്ടൊരു ഹോൾസ് ഉണ്ടാവും, സൈഡിൽ കൂടി ഒരു ഹോൾസ് അങ്ങോട്ടുണ്ടാവും. ഹോൾസുകളെ കൊണ്ട് ഭയങ്കര സംഭവിക്കാരം. പ്രശ്നങ്ങൾ തീരാനേ പൂക്കുരുവിന് ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്. പല ആളുകളും പലതും പറയണത് കേട്ടിട്ട് പലവരും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് കുറ്റം പറയല്ല, പല ആളുകളും പല വിശ്വാസത്തിന് ചെയ്യുന്നതാണ്. അള്ളാഹു എന്ത് പ്രയാസങ്ങളാണ് തീർത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിതൊക്കെ ചെയ്തോളൂ, അതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗം, നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ അതൊക്കെ ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ ശരിക്ക് ചെയ്യേണ്ട ഒരു 6 കാര്യം നമ്മളെ വീട്ടിൽ നിന്നും ഇന്ന് തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ പോയി എടുത്ത് ഒഴിവാക്കി കളയേണ്ട ഒരു 6 കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊന്ന് ചെയ്യുക. ഓക്കെ, റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഏതാണ് 6 കാര്യം എന്ന് പറയുന്നത്? ഒന്നാമതായിട്ട് പറയാനുള്ളത്, പൊട്ടിയതോ അതല്ലെങ്കിൽ വിള്ളൽ സംഭവിച്ചതോ ആയ പാത്രങ്ങൾ, ഗ്ലാസ്, പ്ലേറ്റ്. കുറേ ആളുകളുണ്ട് വർഷങ്ങളായിട്ട് ഒരു പ്ലേറ്റിലേക്കാരം ഭക്ഷണം കഴിക്കുക. അതെന്തായിട്ടുണ്ടാവും? വക്ക് പൊട്ടിയിട്ടുണ്ടാവും, ഗ്ലാസ് വിള്ളൽ വന്നിട്ടുണ്ടാവും, ഗ്ലാസിൻ്റെ തെല്ല് പൊട്ടിയിട്ടുണ്ടാവും. നല്ല നല്ല പ്ലേറ്റുകളും നല്ല നല്ല പാത്രങ്ങളും റാക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതെന്തിനാ നിങ്ങൾ? വിരുന്നേര് വരുമ്പോൾ കൊടുക്കാനേ. നമ്മളെന്ത് ചെയ്യുക? ഏറ്റവും മോശം പാത്രത്തിൽ വർഷങ്ങളായിട്ട് കറയും ചളിയും ഒക്കെ ഉണ്ടാവും, കഴുകിയാലും പോകില്ല, ആ വരയൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ പാത്രങ്ങളും പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കുക. പൊട്ടലും വിള്ളലും വന്ന സാധനങ്ങൾ നല്ലത് റാക്കിൻ്റെ മുകളിൽ എടുത്ത് വെക്കുക. വിരുന്നേര് വരുമ്പോൾ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കോണ്ടി. ഇന്ന് തന്നെ അടുക്കളയിൽ കയറുക, പാത്രങ്ങളൊക്കെ നോക്കുക, ഏതൊക്കെ പാത്രങ്ങളാണ് പൊട്ടിയിട്ടുള്ളത്, ഏതൊക്കെ ഗ്ലാസ്സാണ് വിള്ളൽ വന്നിട്ടുള്ളത് ഒക്കെ നോക്കണം. എന്നിട്ട് ഫുള്ളായിട്ടാണ് മാറ്റണം. എൻ്റെ പെണ്ണുങ്ങളോടും വേണമെന്ന് പറയാം, വീട്ടിലേതെങ്കിലും പൊട്ടിയ ഗ്ലാസും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? ഇന്ന് തന്നെ അത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ല? നമ്മുടെ വീട്ടിലില്ലേ പൊട്ടിയ പാത്രം, ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. വക്ക് പൊട്ടിയതൊക്കെ അത് ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളൂ, അതിപ്പോൾ ആര് കാണാനാ എന്ന് ചോദിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെ കുറേ ആൾക്കാർ. അതൊന്ന് ശ്രദ്ധിക്കണേ ഇൻഷാ അല്ലാഹ്. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഓടി ചെല്ലുക അടുക്കളയിലേക്ക്, പാത്രങ്ങളൊക്കെ എടുത്താണ് നിരത്തുക. നിങ്ങൾ കാണിച്ചു കൂട്ടണ കണ്ടിട്ട് പഠിച്ചോനെ ഇവർക്ക് എന്താ പ്രാന്തായെന്ന് തോന്നരുത്. ആർക്ക്? ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ. സമാധാനത്തിലൊക്കെ ഒന്ന് തപ്പിയിട്ട് നല്ല വൃത്തിയിൽ നോക്കുക. മനസ്സിലായോ? അതേപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് എന്താ പറയുക? പ്രവർത്തിക്കാത്ത നിശ്ചലമായി കിടക്കുന്ന ക്ലോക്ക്, വാച്ച്, ബാറ്ററി കഴിഞ്ഞതാവാം, കേട് വന്നതാകാം. അത് എപ്പോൾ നോക്കിയാലും അതിൽ സമയം 2:43 എപ്പോൾ നോക്കിയാലും 2:43. അങ്ങനെ കുറേ ആൾക്കാരെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ പരിപാടിക്ക് പോകുമ്പോൾ ചില വീട്ടിലൊക്കെ കാണാറുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ക്ലോക്കിൽ സമയം രാത്രി 11 മണി. ഞങ്ങളെന്നെ കരുതും രാത്രി 11 മണിയായോ? അപ്പോൾ അത് എല്ലാ സമയത്തും രാത്രി 11 മണിയാണ്. അതിൽ ബാറ്ററി ഇട്ടാൽ മതിയാവും. ഒന്ന് മടി, ഒരു 20 ഉറുപ്പ്യൻ്റെ ബാറ്ററി കൊടുന്ന് അതിലൊന്ന് കുത്തി തിരികെ ഇടാനുള്ള മടി കൊണ്ട് അങ്ങനെ നിശ്ചലമായി കിടക്കുന്ന, സമയം കാണാത്ത രീതിയിൽ അങ്ങനെ കിടക്കുന്ന വാച്ചും ക്ലോക്കും. ഒന്ന് നോക്കുകയാണെങ്കിൽ പെരിയിൽ എത്ര ക്ലോക്ക് ഉണ്ട്? ചില വീട്ടിൽ എല്ലായിടത്തും ക്ലോക്ക് കേൾക്കാൻ, കയറി ചെല്ലിനോടത്തൊരു ക്ലോക്ക്, ഡൈനിങ് ഹാൾക്ക് ചെന്ന ആ സൈഡിൽ വേറെ ക്ലോക്ക്, ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ അവിടെ വേറെ ക്ലോക്ക്, ബെഡ്റൂമിൽ ആലങ്കാരികമായിട്ട് വേറൊരു ക്ലോക്ക്. എന്നാൽ ഈ ക്ലോക്കിലൊന്നും ഓടണുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല.
ഒരു ഷോ, ഒരു രസം, ജസ്റ്റ് ഫോർ ഫണ്ണി അതിന് വെച്ചതാവും. പക്ഷെ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും കേട്ടോ. അത് നിങ്ങൾ മാറ്റണേ. ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമയം കാണിച്ചു തരണം. ഈ ഹൈന്ദവ മതവിശ്വാസപ്രകാരം സമയദോഷം എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവം തന്നെ ഉണ്ട്. സമയം അത്ര അങ്ങോട്ട് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ തന്നെ പറയും ഈ സമയം വലിയ ശരിയില്ല, സമയത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയാറുണ്ട്. സമയത്തിനല്ല പ്രശ്നം, നമുക്കാണ് പ്രശ്നം. അപ്പോൾ അതൊന്ന് ശരിയാക്കാം. ക്ലോക്ക് കേട്ടോ, ക്ലോക്കും വാച്ചൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടു. കേട് വന്നത് കേട്ടോ, അത് ഇൻഷാ അള്ളാഹ് ശ്രദ്ധിക്കുക. പഴകിയതും ചീഞ്ഞതുമായ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുക. വേഗം ഒന്ന് ഓടിപ്പോയോക്കാണ് നിങ്ങളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്ന്. ഫ്രിഡ്ജിൻ്റെ തുറക്കുമ്പോൾ തന്നെ ചില ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ പിറുക്കല്ലേ, എന്താ അതിൻ്റെ പേര്, പിറുക്കാന്നല്ലേ, ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ പാറി കിടക്കണേ, ആ സാധനം ഈ പച്ചക്കറീൻ്റെ മേലെ ഉണ്ടാവും ആ സാധനം. അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ മേലെ ചീഞ്ഞ തക്കാളിക്കൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ തക്കാളി നിങ്ങളോട് ചോദിക്കും ഒന്നെടുത്ത് കളയടോ തന്നെയാണ്. അങ്ങനെയുള്ള കുറേ തക്കാളി, പഴങ്ങൾ, അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ കാണണം പൊന്നാര ചങ്ങായിമാരെ ചില ആൾക്കാരെ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങ് എത്തിയിട്ടുണ്ടാവും. എന്നാലും അത് അങ്ങനെ കിടക്കും. കളറൊക്കെ മാറിയിട്ട് പച്ച കളറുള്ളതൊക്കെ മാറിയിട്ട് കറുപ്പ് കളറായിട്ടുണ്ടാവും. എന്നിട്ട് അതിലും ഇങ്ങനെ മറ്റേ പിറുക്ക വട്ടിട്ട് ഇങ്ങനെ ഇതാണ് പാറി കളിക്കുന്നുണ്ടാവും. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ. ഒന്ന് ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കോണ്ടി നിങ്ങളൊക്കെ ഫ്രിഡ്ജ് അതേമാതിരി ആണോ എന്ന്. പഴയതും ചീഞ്ഞതുമായ ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കണം. അതൊന്നും വീട്ടിലങ്ങനെ സൂക്ഷിച്ച് വെക്കരുത്. ഭയങ്കര കേടാണത്, രോഗം കൊണ്ടുവരും. ശ്രദ്ധിക്കണേ. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഫ്രിഡ്ജ് തുറക്കുക. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ചീഞ്ഞ ഭക്ഷണങ്ങളും ചീഞ്ഞ ബേക്കറികളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. മനസ്സിലായോ? ചില അമ്മമാരുണ്ട് ഭയങ്കര പിസ്കത്തികളേക്കാരം സാധനങ്ങൾ മേടിക്കാൻ. ആ സാധനത്തേക്ക് ഇപ്പോൾ എന്താ വില, അപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങളാണെന്ന് ഞാൻ പറയില്ല, ചില ആൾക്കാർ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്തതായിട്ട് നാലാമതായി പറയുന്നത്, ചില വീട് നല്ല വൃത്തിയേക്കാരം തുടച്ചും കണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിടക്കുന്നുണ്ടാവും. ഡൈനിങ് ഹാളൊക്കെ വരുമ്പോൾ തന്നെ നല്ല രസേകാരം. സോഫ ഒക്കെ നല്ല വൃത്തി ഉണ്ടാവും, കട്ടിലൊക്കെ നല്ല വൃത്തി ഉണ്ടാവും, കസാലൊക്കെ നല്ല അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാവും, നിലത്ത് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ. പക്ഷേ ഓരോ പെരീക്കൊന്ന് മേലൊക്കെ ഇങ്ങനെ നോക്കുകൊണ്ടി, എല്ലായിടത്തും മാറാലേക്കാരം. താഴൊക്കെ പെർഫെക്റ്റ് ആയിക്കാരം, നല്ല സൂപ്പർ ആയിക്കാരം, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല വൃത്തി ഉണ്ടാവും, നല്ല ബെഡ്ഷീറ്റൊക്കെ നല്ല കൊടഞ്ഞ് സൂപ്പറായി വൃത്തിയിൽ ബെഡ്ഷീറ്റൊക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ബെഡിൽ ഇങ്ങനെ കിടന്ന് മേപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മറ്റേ 8 കാലി വല ഇട്ടിട്ട് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ടാവും. ഇതെന്താ സ്പൈഡർമാനാ? അങ്ങനെ കുറേ പേരുണ്ട്, നമ്മളൊക്കെ പെരിയിലുണ്ടാവും. ഒന്ന് നോക്കുകൊണ്ടി. 8 കാലി ചിലന്തി കെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ശൂന്യക്കേട് വേറെ ഇല്ല നിങ്ങളെ. അത് നല്ലോണം ശ്രദ്ധിക്കണം. റഹ്മത്തിൻ്റെ മലക്കുകളൊന്നും അടുക്കന്നല്ല കേട്ടോ അങ്ങനത്തെ പെരിക്ക്. എപ്പോഴും നെഗറ്റീവ് എനർജി ആവും. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തല്ലും വടിയും വഴക്കും വക്കാണൊക്കെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ നടക്കും എല്ലായിടത്തേക്കും, മൗലിയമാരുടെ അടുത്തേക്കും യൂട്യൂബ് കാണാൻ അമലൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം നമ്മളെ പേരൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് നമ്മളാരും എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കൂല. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കുമോ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ശ്രദ്ധിക്കാനും അതൊക്കെ തിരുത്താനും ഭാഗ്യം നൽകട്ടെ. അടുത്തതായിട്ട് പറയണത് എന്താ, നിങ്ങൾ കേടായതും ഉപയോഗിക്കാത്തതുമായ ഇലക്ട്രോണിക് വസ്തുക്കളും പൂട്ടിയിട്ട പെട്ടികളും, അവിടെയാണ് രസം. നിങ്ങളെന്താ ചെയ്യേണ്ടി വരും, നിങ്ങളൊക്കെ അലമാറിൻ്റെ മേലേക്ക് ഒന്ന് പോയി നോക്കാം. നിങ്ങൾ റാക്കിൻ്റെ മുകളിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒന്ന് നോക്കുകൊണ്ടി. ഒരാവശ്യമില്ലാത്ത കുറേ പെട്ടികളുണ്ടാവും, പഴയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണ് അത് എന്നുള്ളത് ഓർക്കും അറിയില്ല, അത് കാണുന്നവർക്കൊന്നും എന്തിനാന്നുള്ളത് അറിയില്ല. എന്നാലും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും നല്ല വൃത്തിയിൽ. പഴയ ഒരു പെട്ടി അട്ടപ്പെട്ടിയിലാക്കി ഒക്കെ കൂടി കെട്ടി ചുറ്റി മടിച്ചിട്ട് റാക്കിൻ്റെ മുകൾക്ക് വെച്ചിട്ടുണ്ടാവും. ഒരു ഉപകാരം ഉണ്ടാവില്ല, വർഷങ്ങളായിട്ട് കിടക്കുന്നുണ്ടാവും കട്ടിലിൻ്റെ അടിയിലൊക്കെ ഓരോ പെട്ടികൾ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അങ്ങനെയുള്ള പെട്ടികളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിക്കണമെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് ഒഴിവാക്കി കളി. എന്തിനാണത്? ആവശ്യമില്ലാത്ത ഒരുപാട് പഴയ ഡ്രസ്സ്, ആവശ്യമില്ലാത്ത ഒരുപാട് പഴയ പത്രം, പുസ്തകം, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇതൊക്കെ കൂടി കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അതങ്ങനെ പൂട്ടി വെച്ച് നിധി കാക്കണ ഭൂതം പോലെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ആർക്കെങ്കിലും എടുത്ത് ഒഴിവാക്കി കൊടുക്കും. നമ്മളെ വീടിൻ്റെ ബാക്കിൽ കൂടി പഴയ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർ വന്നിട്ട് നമ്മളെ സമ്മതം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ,
ഒരു കസാല പൊട്ടിയ കസാലിൻ്റെ കഷ്ണമോ ഒരു കുപ്പി എടുത്ത് കൊണ്ടുപോകേണ്ട താത്താർ ഓടി ചെല്ലാൻ പക്കടി അവിടെ എന്നോടാരത് കൊണ്ടുപോകാൻ പറഞ്ഞു വെച്ചിട്ടാണ് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല. കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ വെക്കടി എന്നോടാരാടി ഇപ്പോൾ ഇത് കൊണ്ടുപോകാൻ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ഇത് ഇവിടുന്ന് വിളിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറയണം. അവരങ്ങനെ കിടന്ന് ചീത്ത പറഞ്ഞു കണ്ട് ഒളബളകും. ഒരാവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മുതലാണെങ്കിൽ കൊടുത്ത് വിട്. എന്തിനാ നമ്മളെ പേരൻ്റെ ഉള്ളിലുള്ള മുസീബത്തൊക്കെ വിളിച്ചു വരുത്തിന്? അത് കൊടുത്ത് വിട്ടാളി. അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പഴയ ഡ്രസ്സുകളും ഇലക്ട്രിക് സാധനങ്ങളും ഒന്നും വേണ്ട, അതൊക്കെ കൊടുത്ത് ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് നല്ല പോസിറ്റീവ് വരണമെങ്കിൽ ചെയ്തോളി. അതല്ല അതൊക്കെ അവിടെ കിടന്നോട്ടെ, നമുക്ക് ആവശ്യമുള്ള മുതലാണെങ്കിൽ കിടന്നോട്ടെ. എത്ര വർഷം കഴിഞ്ഞാലും ഒരു ആവശ്യമില്ലാത്ത മുതലാണ് അതൊക്കെ. അള്ളാഹനെ വിചാരിച്ച് അതൊക്കെ കൊടുത്ത് ഒഴിവാക്കണേ. അടുത്തത് ജീവനില്ലാത്ത ചിത്രങ്ങളും ജീവികളുടെ പ്രതിമകളും. ഇത് പൊതുവേ ഇസ്ലാം കർശനമായി പറയുന്നുണ്ട്. ജീവനില്ലാത്ത പ്രതിമയുടെ ഫോട്ടോ, ജീവനില്ലാത്ത ഞങ്ങളൊക്കെ ചില വീട്ടിലേക്ക് ചികിത്സക്ക് പോകുമ്പോൾ ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ വല്ല കാഴ്ച ബംഗ്ലാവ് പോയ മാതിരിയാണ്. അങ്ങോട്ട് കയറി ചെന്നാൽ കാണാം മൊത്തം സ്റ്റിക്കർ കൊണ്ട്. അതിൽ കുയിലുണ്ടാവും, സിംഹം ഉണ്ടാവും, പോത്തുണ്ടാവും, നായ്ക്കളുണ്ടാവും, പൂച്ച ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇവൻ്റെ ഫോട്ടോ ഉണ്ടാവും, ഈ പെരക്കാരെ ഈ കുട്ടീൻ്റെ ഫോട്ടോ ഉണ്ടാവും. ഇതിൻ്റെ ഒക്കെ ഇടയിൽ കുറച്ച് ഇവൻ ഏതാണെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. ആ കോലത്തിലാണ് ബാക്കിയുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടാവുക. ആ കോലത്തിലാണ് ബാക്കിയുള്ള ഫോട്ടോസ് ഇതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ദയവ് ചെയ്ത് ജീവനില്ലാത്ത പ്രതിമകൾ, ചിത്രങ്ങൾ, ജീവികളുടെ ഫോട്ടോസ് ഒന്നും വീട്ടിൽ വെക്കണ്ട. അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. നമുക്ക് ചേർന്ന പണിയല്ല അത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് മുന്നോട്ട് പോയി നോക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും വിഷമമായില്ലല്ലോ? വിഷമം ആയിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, വേഗം പോയി കാണാനൊക്കെ മാറ്റിക്കോളി. നല്ലതിനാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്നാൽ ദുആ ചെയ്യ്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.